ഞങ്ങൾ ഇന്നൊരു ടൂർ പോവുകയാണ്. ഒരു വൺ ഡേ ടൂർ. ഞങ്ങളുടെ റെസിഡൻറ്റ് അസോസിയേഷൻ അംഗങ്ങളായിട്ടാണ് പോകുന്നത്. രാവിലെ 6:30 പോകണമെന്നാണ് പറഞ്ഞത്. പക്ഷെ പോയപ്പോൾ 8 മണിയോളമായി. ബസ് കുറച്ച് മുകളിലായിട്ടാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. 8 മണിയോടെ എല്ലാവരും വണ്ടിയിൽ കയറി. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായി കുറച്ച് ആട്ടവും പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു. സീറ്റിൽ വെറുതെ ഇരിക്കുന്നവരെ ടൂർ മോഡിലോട്ടാക്കാനായിട്ട് ബാക്കിയുള്ളവരെല്ലാം ശ്രമിക്കുന്നുണ്ടായിരുന്നു. 9 മണിയോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി പാലക്കുഴയിൽ ഇറങ്ങി. ടോയ്ലറ്റ് സൗകര്യവും വെള്ളത്തിൻ്റെ ലഭ്യതയും എല്ലാം നോക്കിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയത്. രാവിലെ അപ്പവും മുട്ടക്കറിയുമായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള രഞ്ജിത്തിൻ്റെ കേറ്ററിംഗ് സർവീസിലാണ് ഫുഡെല്ലാം ഉണ്ടാക്കിയത്. ഏകദേശം 10:30 കോടനാട് എത്തി. എറണാകുളം ജില്ലയിലെ ഒരു നദീതീര ഗ്രാമമാണിത്. കൊച്ചിയിൽ നിന്ന് 42 കിലോമീറ്റർ കിഴക്കായി പെരിയാറിൻ്റെ തെക്കേ കരയിലാണ് കോടനാട് സ്ഥിതി ചെയ്യുന്നത്. പാണംകുഴി എക്കോ ടൂറിസം അഭയാരണ്യം പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച ഒരു എക്കോ ടൂറിസം കേന്ദ്രമാണ്. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപയും ഫോറിനേഴ്സിന് 300 രൂപയും സീനിയർ സിറ്റിസൺ 25 രൂപയുമാണ് എൻട്രി ഫീസ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോടനാട് ആന പരിപാലന കേന്ദ്രം ഒരു ജനപ്രിയ ആകർഷണമായിരുന്നു. ധാരാളം മൃഗങ്ങളെയും പക്ഷികളെയും ഇവിടെ കൊണ്ടുവന്ന് ഒരു മിനി മൃഗശാലയായി പരിണമിച്ചിരുന്നു. എന്നാൽ മൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായതോടെ അവയെ പരിപാലിക്കാൻ പറ്റാതെയായി. ഇപ്പോൾ ഇവിടെ മാനുകളും വളരെ കുറച്ച് ആനകളും മാത്രമേ ഉള്ളൂ. നടപ്പാതകളിൽ മുളച്ചെടികൾ വളർന്നു പന്തലിച്ച് നിൽപ്പുണ്ട്. ഒരു വലിയ വേലിക്കെട്ടിനുള്ളിൽ ധാരാളം മാനുകളെ പരിപാലിക്കുന്നുണ്ട്. അതിൽ കലമാനും പുള്ളിമാനും ഒക്കെയുണ്ട്. അവ അങ്ങിങ്ങായി കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. സാമ്പാർഡീർ അഥവാ റോസ യൂണിക്കോളർ എന്ന് പറയുന്ന പ്രത്യേകതരം മാനുകളെയും ഇവിടെ കാണാം. ഇത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു വർഗ്ഗമാണ്. അവിടെ നിന്ന് ഞങ്ങൾ ആനകളെ കാണാനാണ് പോയത്. ശാന്തമായ ചുറ്റുപാടും പ്രകൃതിയോടിണങ്ങിയ ആനകളെ നിരീക്ഷിക്കാനുമുള്ള അവസരം ഇവിടം നമുക്ക് നൽകുന്നു. പരിക്കേറ്റ ഉപേക്ഷിക്കപ്പെട്ട ആനകൾക്ക് ഇവിടെ പരിചരണം നൽകി വരുന്നു. എല്ലാ ആനകളുടെ പേരും വയസ്സും മുൻപിലെ ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട്. ആനകൾക്ക് ശരിയായ ഭക്ഷണം നൽകൽ, കുളിപ്പിക്കൽ, ആരോഗ്യ സംരക്ഷണം എന്നിവ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന മൃഗഡോക്ടർമാരുടെയും പാപ്പാന്മാരുടെയും സംഘം ഇവിടെയുണ്ട്. ആ കാണുന്ന കയറിനപ്പുറത്താണ് പീലാണ്ടി ചന്ദ്രു എന്ന കൊലയാളി ആനയെ തളച്ചിരിക്കുന്നത്. അവിടേക്ക് നമുക്ക് പ്രവേശനമില്ല. ആനപ്പാപ്പാന്മാരും മറ്റും താമസിക്കുന്ന സ്ഥലമാണിത്. അവിടെ നിന്ന് നടന്നു വരുമ്പോൾ പ്രതീക്ഷിക്കാത്ത ചില ആനകൾ കാട്ടിൽ നിൽക്കുന്നത് കാണാം. അവരുടെ പേരും വയസ്സും ഒന്നും എഴുതിയ ബോർഡ് കാണാനില്ല. ഈ ആനയെ തളച്ചിരിക്കുന്നത് കാണുമ്പോൾ ചെറിയ ഭീതിയൊക്കെ നമ്മുടെ മനസ്സിലോട്ട് വരും. ഒരു ചെറിയ കയറിൻ്റെ അപ്പുറത്ത് ചെറിയൊരു മരത്തിലാണ് തളച്ചിരിക്കുന്നത്. നടപ്പ് വഴിയിൽ അങ്ങിങ്ങായി ഏറുമാടങ്ങളുണ്ട്. ഞാനൊന്ന് കയറാൻ ട്രൈ ചെയ്തു. പകുതിയായപ്പോൾ പേടിച്ചിട്ട് ഇറങ്ങിപ്പോന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള കുട്ടികളെല്ലാവരും തന്നെ അതിൽ കയറി ഇറങ്ങി. സേഫ്റ്റി വളരെ കുറവാണ്. എങ്കിലും വളരെ കരുതലോടെയാണ് എല്ലാവരും കയറി ഇറങ്ങിയത്. അവിടെ നിന്ന് നടന്നു വരുമ്പോൾ വിശാലമായ ഗ്രൗണ്ട് പോലൊരു സ്ഥലമാണ്. നടന്നു പോകുന്ന വഴിയിൽ നമുക്കിരുന്ന് വിശ്രമിക്കാനുള്ള ബെഞ്ചുകളും മറ്റും അവിടെ പല പല സ്ഥലങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാരികൾ പുഴയിലോട്ട് ഇറങ്ങാതിരിക്കാൻ വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇറങ്ങരുത് എന്ന് നിർദ്ദേശം നൽകാൻ ഗാർഡുകളുമുണ്ട്. വലിയ മരങ്ങളിൽ ഊഞ്ഞാലുകൾ കെട്ടിയിട്ടുണ്ട്. അതിൽ കയറി എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. കാടിൻ്റെ നടുവിലുള്ള മൺപാതയിലൂടെ നടന്ന് നമ്മൾ എത്തുന്നത് കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ടിലാണ്. 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് റൈഡിൽ കയറാൻ പറ്റുകയുള്ളൂ. അവിടെ ഒരു ടീ സ്റ്റാൾ ഉണ്ട്. അത്യാവശ്യം ചായ, കോഫി, സ്നാക്സ്, കൂൾ ഡ്രിങ്ക്സ് എല്ലാം അവിടെ നിന്ന് കിട്ടും. രക്തചന്ദനത്തോട്ടത്തിൻ്റെ നടുവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചുവന്ന വരയിട്ട എല്ലാ മരങ്ങളും രക്തചന്ദനങ്ങളാണ്. അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. റൈഡിലൊക്കെ കയറി 2.5 മണിക്കൂറോളം അവിടെ ചിലവഴിച്ചു. പുറത്തേക്ക് ഇറങ്ങി. അവിടെയുള്ള എക്കോ ഷോപ്പിൽ കയറി തേൻ, നെല്ലിക്കയും യൂക്കാലി ഓയിലും മറ്റും വാങ്ങി ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറി. റോഡിൻ്റെ സൈഡിൽ ഉച്ചഭക്ഷണം കഴിക്കാനായി വണ്ടി നിർത്തി. കറികൾ ചൂടാക്കാനുള്ള സ്റ്റൗവും മറ്റും യാത്രയിൽ കരുതിയിരുന്നു. മീൻകറി, മോര്, അച്ചാറ്, ബീഫ് എല്ലാം കൂട്ടി വിഭവസമൃദ്ധമായ ഊണായിരുന്നു. എല്ലാവരും സൗകര്യപ്രദമായി റോഡിൻ്റെ ഇരു സൈഡിലും നിന്നും ഇരുന്നുമെല്ലാം ഭക്ഷണം കഴിച്ചു. അതിനുശേഷം അഭയാരണ്യം പദ്ധതിയുടെ ഭാഗമായുള്ള കാടിൻ്റെ നടുവിലൂടെ ഞങ്ങൾ നടന്നു. അവിടെ വെള്ളച്ചാട്ടം ഉണ്ടെന്നും കുളിക്കാൻ സാധിക്കുമെന്നും പറഞ്ഞാണ് എല്ലാവരും പോയത്.
ഏകദേശം 1 കിലോമീറ്ററോളം കാടിൻ്റെ ഉള്ളിലൂടെ നടന്നാലാണ് അവിടെ എത്തുക. മരങ്ങളുടെ വേരുകൾക്കിടയിലൂടെയും കുത്തനെയുള്ള ഇറക്കത്തിലൂടെയും വഴിയൊന്നും വ്യക്തമായി അറിയാതെയുള്ളൊരു നടത്തം. എനിക്കാണെങ്കിൽ ശരിക്കും പേടി തോന്നി തന്നെ കേട്ടോ. പക്ഷേ എല്ലാവരും ഉള്ളതുകൊണ്ട് തമാശയൊക്കെ പറഞ്ഞ് നടന്നു. അവിടെ എത്തിയപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലം. പക്ഷേ വെള്ളം തീരെയില്ല കേട്ടോ, ഒഴുക്ക് തീരെയില്ല. അവിടെയായി കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നു. വേനലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല വെയിലായതിനാൽ അധികം നേരം അവിടെ നിന്നില്ല കേട്ടോ, തിരിച്ചു നടന്നു. തിരിച്ചു പോകുന്നത് വേറൊരു വഴിയിലൂടെയാണ്. ഇത് നല്ല വഴിയാണ്. അങ്ങോട്ട് പോയത് ഇച്ചിരി ദുർഘടം പിടിച്ച വഴിയായിരുന്നു. അങ്ങനെ എല്ലാവരും ബസ്സിൻ്റെ അടുത്തെത്തി. ബസ്സിൽ കയറി. എല്ലാവരും നല്ല ടയേർഡായിരുന്നു. ഒരു ചെറു മയക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ പാണിയേരി പോർട്ടിലെത്തി. ബസ് പാർക്ക് ചെയ്തെടുത്തു നിന്നും കുറേ ദൂരം നടന്നു വേണം ടിക്കറ്റ് കൗണ്ടറിലെത്താൻ. അവിടെ എത്തുമ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കാനുള്ള തിരക്ക് നമുക്ക് കാണാം. ഇവിടെ മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 10 രൂപയും ഫോറിനേഴ്സിന് 200 രൂപയുമാണ് റേറ്റ് ആകുന്നത്. പിന്നെ കല്യാണ പാർട്ടികൾക്കും ക്യാമറയ്ക്കൊക്കെ എക്സ്ട്രാ പൈസ വേറെ കൊടുക്കണം. വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ വേറെ എക്സ്ട്രാ ഫീസാണ്. 1.5 കിലോമീറ്ററോളം നടക്കണം അവിടെ എത്താൻ. പോകുന്ന വഴിയിൽ ഇവിടെയുമുണ്ട് ഏറുമാടങ്ങളൊക്കെ. സഞ്ചാരികൾ കയറുന്നും ഇറങ്ങുന്നും ഒക്കെ ഉണ്ട്. പുഴയുടെ സൈഡിൽ ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഇടയ്ക്ക് ഇരുന്ന് വിശ്രമിക്കാം. ഇതുപോലുള്ള ഇടുങ്ങിയ വഴികളിലൂടെയും പാറക്കെട്ടിന് മുകളിലൂടെയും ഒക്കെ നടന്നു വേണം അവിടെ എത്താനായിട്ട്. പോകുന്ന വഴിക്കെല്ലാം ഇലക്ട്രിക് ഫെൻസിങ് സ്ഥാപിച്ചിട്ടുണ്ട്. ആന ഇറങ്ങുന്ന സ്ഥലമാണിതൊക്കെ. നടപ്പുവഴിയിൽ നല്ല തണലുള്ളതുകൊണ്ട് വലിയ മടുപ്പ് തോന്നില്ല നടക്കാനായിട്ട്. കാണുന്ന സ്ഥലം മുതൽ നമുക്ക് വെള്ളത്തിലിറങ്ങി കുളിക്കാൻ സാധിക്കും. ഇവിടെ തിരക്കായതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. ഈ കാണുന്ന ഭാഗം മുതലാണ് നമുക്ക് കുളിക്കാൻ പറ്റുന്നത്. ഈ കാണുന്ന ചെറിയ പാടത്തിൽ കയറി ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അക്കരെ നമുക്കെത്താം. അക്കരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പാറകളും വെള്ളം കെട്ടി നിൽക്കുവാണ്. ഇവിടെ ഒഴുക്കില്ല. അപ്പോൾ ഇവിടെ തിരക്ക് കുറവായിരിക്കും ഓർത്താണ് എല്ലാവരും ഇപ്പുറത്തോട്ട് വന്നത്. പലരും അങ്ങോട്ട് നടന്ന് നോക്കുകയാണ് അവിടെ തിരക്കുണ്ടോ, വെള്ളത്തിന് ഒഴുക്കുണ്ടോ എന്നൊക്കെ. പക്ഷേ അവിടെ വെള്ളത്തിന് ഒഴുക്കൊന്നുമില്ല. ഇതുപോലെ നമ്മൾ അവിടെ കണ്ടതുപോലെ തന്നെ ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കുവാണ്. അതുകൊണ്ട് ഈ വെള്ളത്തിൽ കുളിക്കാനായിട്ട് ആർക്കും വലിയ താല്പര്യമില്ല. ഇവിടെ കുളിക്കാനായിട്ട് അധികം ആൾക്കാരുമില്ല. പാറയ്ക്കകത്തെ കുഴിക്കകത്തെ വെള്ളം കണ്ടോ, ഇങ്ങനെ പല പല ഭാഗങ്ങളിലുണ്ട് ഇവിടെ. അങ്ങനെ എല്ലാവരും പതുക്കെ വെള്ളത്തിലിറങ്ങി കാലൊക്കെ ഇട്ടിരിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും വെള്ളത്തിലിറങ്ങി കുളിക്കാൻ തുടങ്ങി. റോസുകുട്ടി ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞതാണ്. പക്ഷേ എല്ലാവരും ഇറങ്ങുന്നത് കണ്ടപ്പോൾ അവൾക്ക് കൊതിയായിട്ട് പാടില്ല. അങ്ങനെ അവൾ ഇറങ്ങി. വെള്ളം കണ്ടിന്യൂസ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടേ പാറക്കെട്ടുകൾ നല്ല വഴുവഴുപ്പുണ്ട്. വലിയ പാറകൾ തുരുന്നത് പോലുള്ള ഗർത്തങ്ങൾ പുറമേ നമുക്ക് കാണാൻ പറ്റത്തില്ലെങ്കിലും ഈ പുഴയുടെ പല സ്ഥലങ്ങളിലും അതുണ്ട്. അതുകൊണ്ട് ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് സുരക്ഷിതമായി വെള്ളത്തിലിറങ്ങാൻ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ തുറന്നു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കുഞ്ഞുങ്ങളെല്ലാം നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ വെള്ളത്തിൽ കിടന്ന്. അവരങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം എടുത്തൊഴിച്ചും എന്തായാലും നല്ല രസമായിട്ടുണ്ട്. കുറച്ച് പേരൊന്നും വെള്ളത്തിലിറങ്ങിയില്ല. അവർ കരയിലിരുന്ന് ഇതെല്ലാം കാണുവാണ്. ഇവിടവും അഭയാരണ്യം എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. 2-3 മണിക്കൂർ എല്ലാവരും വെള്ളത്തിൽ ചിലവിട്ടു. 5 മണി വരെ അവിടെ പ്രവേശനമുള്ളൂ. അപ്പോൾ സെക്യൂരിറ്റി വന്ന് എല്ലാവരെയും വെള്ളത്തിൽ നിന്ന് കയറ്റി കേട്ടോ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വണ്ടിയിലോട്ട് പോവുകയാണ്. ഇങ്ങോട്ട് പോന്നപ്പോഴേ വലിയ ക്ഷീണമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ക്ഷീണമാണേ. തിരിച്ച് ഞങ്ങൾ ബസ് പാർക്ക് ചെയ്തെടുത്ത് വന്നു. വൈകുന്നേരം നമുക്ക് ചായയും ഏത്തയ്ക്കാവുളി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് തൊട്ടപ്പുറത്തുള്ള ഒരു കടയിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചതാണേ. കിലോമീറ്ററുകളോളമുള്ള നടപ്പും വെള്ളത്തിലിറങ്ങിയുള്ള കുളിയും എല്ലാം കൊണ്ടും എല്ലാവരും വളരെ ക്ഷീണിതരാണ്. നമ്മൾ വീട്ടിലേക്കുള്ള മടക്കയാത്രയിലാണ്. കൃപാനഗർ കുടുംബാംഗങ്ങളുടെ കൂടെ ഒരു നല്ല യാത്ര ചെയ്യാൻ സാധിച്ചു. ഏകദേശം 8 മണിയായപ്പോൾ ഡിന്നർ കഴിച്ചു. ചപ്പാത്തിയും ബീഫുമായിരുന്നു. ആ വീഡിയോ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല കേട്ടോ. ഏകദേശം 9:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യണേ.